കൂടാരം നമ്മൾ തകർക്കും. ശിഖരങ്ങൾ മന്ത്രനിലമാളികകൾ എല്ലാം നാം നേടിയെടുക്കും. തിളക്കട്ടെ ഗർവം നിലക്കട്ടെ ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. തിളക്കട്ടെ ഗർവം നിലക്കട്ടെ ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമാ മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ. നാം എല്ലാവരും വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കാരണം നമുക്കൊരിക്കലും ഇത് മറക്കാനാവില്ല. ഈ കൂടിച്ചേരലും ഈ സംഗമവും ഈ പങ്കുവെക്കപ്പെട്ട സൗഹൃദങ്ങളും ഇതെന്നും ഒരു ഓർമ്മയായി നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള നമ്മുടെ രക്തബന്ധങ്ങളെ കാണാതെ, നമ്മുടെ കൂടെ പിറപ്പീങ്ങളെ കാണാതെ, നമ്മുടെ സഹോദരങ്ങളെ കാണാതെ അങ്ങകലെ എവിടെയോ അമേരിക്കയിലും റഷ്യയിലും ഫ്രാൻസിലും ജർമ്മനിയും തിരിച്ചറിയാനാവാത്ത പൂർണ്ണരാകുന്നത്. പ്രവാചകന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. a+b² = 2ab എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ധാർമ്മികയുടെ ഉദാത്ത മൂല്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാൻ മാതാപിതാക്കൾക്കാവണം. സ്വന്തം മാതാവിൻ്റെ കബറടക്കവും കഴിഞ്ഞ് തൂരിശിനാമലയുടെ താഴ്വാരങ്ങളിലൂടെ നടന്നു നീങ്ങവേ അതിൻ്റെ താഴ്വാരങ്ങളിൽ എവിടെയോ തൻ്റെ കാൽപാദം അല്പമൊന്ന് തെന്നി മാറിയപ്പോൾ, ഒന്ന് വീണാനാഞ്ഞപ്പോൾ, സൂക്ഷിക്കണം മൂസ, നിന്റെ ഉമ്മ മരിച്ചു പോയിരിക്കുന്നു മൂസ, ഇനി നിനക്കുമ്മാൻ്റെ പ്രാർത്ഥനയില്ല മൂസ എന്ന് പടച്ചറപ്പ് മൂസാ നബി ഉണർത്തിയിട്ടുണ്ടെങ്കിൽ, ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി. കുടുംബസംഗമത്തിൻ്റെ ഭാഗമാവുമ്പോൾ ആൾച്ചേരി എന്ന ആ സുന്ദര ഗ്രാമത്തെ, ആ മനോഹര ഗ്രാമത്തെ ഓർക്കാതെ എനിക്ക് ഇവിടെ നിന്ന് പോകാനാവില്ല. ഒരുപക്ഷെ നമ്മുടെ ബാല്യങ്ങളും കൗമാരങ്ങളും ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിട്ടുണ്ടാവുക ഇവിടെ കൂടിയിരിക്കുന്നവരിൽ പലരും ആ സുന്ദരമായ പ്രദേശത്തായിരിക്കും. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ആൾച്ചേരിയുടെ ആ മുളങ്കാടുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പറങ്കി മാങ്ങയുടെ ഗന്ധവും പേറി നമ്മെ തഴുകി തലോടി കടന്നു പോകുന്ന ഒരിളം കാറ്റുണ്ട്. നമുക്കതൊരിക്കലും മറക്കാനാവില്ല. ഞാനടക്കം എൻ്റെ കൗമാരം ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് ഞാൻ ആൾച്ചേരിയിലാണ്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് പുസ്തകങ്ങൾ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ ഓടിയ ഓട്ടങ്ങൾ. നമുക്കറിയാം, ഒരാളുടെ ജനനത്തിനും മരണത്തിനുമിടയിലുള്ള ജീവിതയാത്രയിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാലഘട്ടം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാനാവുക നമ്മുടെ ആ കൗമാര കാലഘട്ടം തന്നെയാണ്. നമ്മെ ത്രസിപ്പിച്ച, നമ്മെ പ്രണയാതുരരാക്കിയ നമ്മുടെ ആ സുന്ദര കാലഘട്ടം, പ്രയാണങ്ങളിലെ ഊർജ്ജമായി മാറിയ നമ്മുടെ ആ കാലഘട്ടം നമുക്കതൊരിക്കലും മറക്കാനാവില്ല. എനിക്ക് പിന്നീട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അഭ്യസ്ത വിദ്യരെന്നും സംസ്കാര സമ്പന്നരെന്നുമൊക്കെ മേനി നടിക്കുന്ന നമ്മളെക്കാൾ എത്രയോ ഉയരത്തിലാണ് ആ കാലഘട്ടത്തിൽ അവിടെ ജീവിച്ച അക്ഷരാഭ്യാസമില്ലാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പാവങ്ങളെന്ന് ഒരുപാട് തവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ സംസാരിച്ച് ഞാൻ ആദ്യമായി ഞങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ അഭിമാനമായി മാറിയ ബി ഫാത്തിമ ഉമ്മർ ദമ്പതികളുടെ ആദ്യത്തെ ഗ്രാൻഡ് സൺ ഖാദർ തെരുവത്തിനെ വളരെയധികം അഭിമാനത്തോടു കൂടി സ്വാഗതം കാണുകയാണ്. കാരണം ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഒരാത്മവിശ്വാസത്തിൻ്റെ സ്ഫുരിക്കുന്ന ഒരു നോട്ടം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അവരുടെ മുഖത്തെ പുഞ്ചിരിയിൽ ആത്മവിശ്വാസത്തിൻ്റെ പുഞ്ചിരി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അതിനുള്ള കാരണം അദ്ദേഹം ചെയ്ത നന്മയുടെ പ്രതിഫലനമാണ് എന്ന് തുറന്നു പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.
അതൊരു പക്ഷേ ഒരു തുള്ളി കണ്ണുനീര് കൊണ്ടോ 2 വാക്കുകൾ കൊണ്ടോ അടയാളപ്പെടുത്തേണ്ട ഒന്നല്ല അത് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ആഴത്തിൽ വേരുറങ്ങിയ അക്ഷരങ്ങളാണ്. ഞങ്ങൾക്ക് ഒരുപാട് അദ്ദേഹത്തോട് കടമയും കടപ്പാടുമുണ്ട്. ഒരു കുടുംബത്തെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയതിന്, അവരുടെ നിരക്ഷരായ തലമുറയുടെ ഇളം തലമുറയെ അക്ഷരാഭ്യാസത്തിൻ്റെ അഭ്യസ്ത വിദ്യയുടെ ഉയർന്ന പടവുകൾ കയറാൻ കരുത്തായി നിന്നതിന്, ഒരുപാട് പേർക്ക് തൊഴിലുകൾ നൽകിയതിന്, ഒരുപാട് പേർക്ക് ഭവനങ്ങൾ നൽകിയതിന് എന്നെന്നും ഞങ്ങൾ ഈ കുടുംബം അദ്ദേഹത്തെ ആദരവോടുകൂടി സ്മരിക്കുന്നു. എത്രയോ പുരുഷായുസിൻ്റെ നന്മകൾ ഒരു പുരുഷായുസിൽ ചെയ്തു തീർത്ത ആ വലിയ മനസ്സിനു മുന്നിൽ ഞങ്ങളുടെ ഈ ദിവസത്തെ മുഴുവൻ സന്തോഷങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. കാഴ്ചക്ക് വളരെയധികം ആത്മാഭിമാനത്തോടെ ഈ കുടുംബ സംഗമത്തിലേക്കും തുടർന്നുള്ള പരിപാടിയിലേക്കും ഞങ്ങൾ സ്വാഗതം ചെയ്യും. നമ്മുടെ കാഴ്ച വേദിയിലുള്ള ഉമ്മർ ബി ഫാത്തിമ കുടുംബത്തിലെ കാരണവന്മാരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, വേദിയിലുള്ള വിവിധ കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചെത്തിയ പ്രിയപ്പെട്ടവരെ, ഈ കുടുംബത്തിൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരെയും ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് അവർക്ക് സ്വർഗ പൂന്തോപ്പിൽ ഇടം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആദ്യമായി ആരംഭിക്കുന്നത്. ഒരു വലിയ സംഗമമാണ്. ഞങ്ങൾ ഒരുപാട് വേദികളിൽ പ്രസംഗിക്കാൻ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നിങ്ങനെ അധ്യക്ഷനായി പ്രസംഗിക്കുമ്പോൾ ഒരുപാട് എന്തോ നമുക്കൊരു വാക്കുകൾ തന്നെ കിട്ടാത്തൊരവസ്ഥയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നുള്ളത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അത് സ്നേഹത്താൽ സൃഷ്ടിക്കുന്ന ഒരു ചെറിയൊരു ലോകമാണ്. ആ ലോകത്ത് നമ്മൾ സ്നേഹിച്ച് പരസ്പരം ഏറ്റവും നല്ല രീതിയിൽ ഐക്യത്തോടെ മുന്നേറാമെന്ന് ആദ്യമായി സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം നമ്മൾ അമീർച്ച, അതുപോലെ റഹീം, ഇംതിയാസ്, നസീർ, എല്ലാവരും പേരെടുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് പേര്, സജീവമായ വാട്സപ്പ് ഗ്രൂപ്പ്, പല സമയത്തും ഫോണ് പലരുടെയും ഹാങ് ആന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. അത്രത്തോളം നിരന്തരം നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ, നിങ്ങളുടെ സംവാദങ്ങൾ, നിങ്ങളുടെ കഴിവുകളുടെ പ്രകടിപ്പിക്കലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആദ്യം നമ്മൾ കണ്ടത്. അപ്പം അതിൻ്റെ നേരിട്ടുള്ള ഒരു വേർഷൻ എന്ന നിലയിലാണ് ഇന്ന് കുടുംബ സംഗമത്തിലൂടെ റൗഫെല്ലാം ഗെയിമാണ് അശ്വമേധം. നിങ്ങൾക്കറിയും, GS പ്രദീപ് എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു ബുദ്ധിജീവിയാണ്. അപ്പം അന്ന് അവസരം കിട്ടിയപ്പോൾ ഞാൻ 3 പേര് എഴുതി കൊടുത്തതിൽ ഒന്ന് നമ്മുടെ, എനിക്ക് നേരിട്ട് ഇപ്പോഴാണ് കാണുന്നത്, കാഴ്ചയുടെ പേരാണ് ഞാൻ എഴുതി കൊടുത്തത്. കേരളത്തിലെ പ്രശസ്തനായ വ്യവസായി, കാരുണ്യ പ്രവർത്തകൻ, അതുപോലെ സിനിമ നിർമ്മാതാവ്, രാഷ്ട്രീയത്തിൽ പലർക്കും ഒരുപക്ഷെ അറിയില്ല, കിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. കിങ് മേക്കേഴ്സ് കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. കിങ് മേക്കേഴ്സിൽ ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട കാഴ്ച. രാഷ്ട്രീയത്തിലെ വലിയ വലിയ നേതാക്കന്മാരുടെ കൂടെ അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റുന്നു. അത് പലരും പറഞ്ഞു കേട്ടത് അനാവശ്യമായി ഒരാളുടെ അപവാദമായി. കാഴ്ച എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബുമായുള്ള ബന്ധം അല്ലെങ്കിൽ മറ്റൊന്നും പിണറായി വിജയനുമായുള്ള ബന്ധമൊക്കെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നമ്മളോടൊപ്പം ഉണ്ട് എന്നത് നമുക്കൊക്കെ അഭിമാനിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു സമ്മാനം എന്ന നിലയിലാണ് അദ്ദേഹം കണ്ണൂർ എയർപോർട്ടിൻ്റെ ഡയറക്ടർ. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ എത്ര പേർക്ക് അറിയുന്നറിയില്ല, കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട കാഴ്ച. ഇപ്പം അടുത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയത് ആർട്ട് ഗാലറി, നമ്മുടെ അദ്ദേഹത്തിൻ്റെ
ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ സ്പോർട്സ് കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് കൊണ്ട് എത്തിച്ചു എന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്നു എന്നത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കാരുണ്യത്തിൻ്റെ ഉറവകൾ അദ്ദേഹത്തെ കണ്ട് പഠിക്കട്ടെ. അത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിനും ഒരുപാട് പേർക്ക് ആ സ്നേഹസ്പർശം, ആ കാരുണ്യ സ്പർശം അനുഭവിക്കാൻ കഴിഞ്ഞു എന്നത് നേരത്തെ പറഞ്ഞതുപോലെ അത് വലിയൊരു കാര്യമാണ്. പലരും ഉയർന്ന നിലയിലെത്തുമ്പോൾ സ്വന്തം കുടുംബാംഗങ്ങളെ അവഗണിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ അദ്ദേഹം ഉദാത്തമായ ഒരു മാതൃകയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കുടുംബത്തിന്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് ഒരു മരുമകനായി കടന്നു വന്നതിൽ ഈ സമയം സന്തോഷിക്കുക. നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഞാനൊരു മരുമകനായിട്ടാണ് കടന്നു വന്നത്. അതിൽ ഈ സമയത്ത് അഭിമാനിച്ചു. തീവയിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. തസ്നിയുടെ മകൾ ഫാത്തിമ ബഷീർ അലിശ്ശേരി ഗോപാലൻ. അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും, പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും. മണിഗോപുര ശിഖരങ്ങൾ മാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി, സായാഹ്നം സാക്ഷിയായി, പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ ഏറ്റവും കൂടുതൽ തീവയിൽ പന്തലിക്കും മാൽമരമായി നാം ഉയരും, ഇരുളിന്റെ കൂടാരം നമ്മൾ തകർക്കും. അഗ്നിനാളമലയടിക്കും വൻകടലായി നാം പടരും, പുതിയൊരു നീതിക്കായി നമ്മൾ പൊരുതും. മണിഗോപുര ശിഖരങ്ങൾ മന്ത്രനില മാളികകൾ എല്ലാം നാം നേടിയെടുക്കും. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. രക്തം തിളക്കട്ടെ, ഗർവം നിലക്കട്ടെ, ഭേരി പടകങ്ങളെങ്ങും മുഴങ്ങട്ടെ. ആത്മാവിൽ നിത്യമാം സ്നേഹം തുളുമ്പട്ടെ, ഒന്നാമനായി നീ എന്നും ജയിക്കട്ടെ. സംഗീതം സാന്ദ്രമായി, സായാഹ്നം സാക്ഷിയായി, പിറന്ന മണ്ണിൽ നിന്നുയർന്നു പൊങ്ങ. ഒരു തീ പോലെ വരുമാവേശം സ്ഥിരയൊന്നാകെ എരിവീറോടെ ദിശ മാറാതെ വഴി തേടുന്നേ, മനസ്സിൽ മിന്നലാടുന്നുണ്ട്, നെഞ്ചം താളമേകുന്നേ, ലക്ഷ്യം നേടുവാനെന്നേറെ ദൂരം പോകണ്ടേ, തുണയ്ക്കായി തോന്നരുന്നേ, ഒന്നായി മുന്നിലേറുന്നേ, കാറ്റിൻ വേഗമോടെ ദൂരെ പോകാം ചങ്ങാതി. ഇന്ത്യ 1894 കൊച്ചിയെ കേന്ദ്രമാക്കി അബാദ് ഗ്രൂപ്പ് സ്ഥാപിതമാവുന്നു. 1931 മുതൽ ഇന്ത്യയുടെ ഭക്ഷ്യസമുദ്രോൽപ്പന്നങ്ങൾ അന്തർദേശീയമായി എക്സ്പോർട്ട് ചെയ്യുന്ന ആദ്യ സംരംഭകരായ അബാദ് ഗ്രൂപ്പ് സീ ഫുഡ് എക്സ്പോർട്ട്, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, വിവിധങ്ങളായ ബിസിനസ് മേഖലകളിൽ അന്തർദേശീയമായി പ്രശസ്തിയാർജിച്ച അബാദ് ഗ്രൂപ്പ് ലോകോത്തരങ്ങളായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് ലഭ്യമാക്കുന്നതിനായി ഇന്ത്യയിൽ സ്ഥാപിച്ച ഭക്ഷ്യോൽപ്പന്ന ബ്രാൻഡാണ് അബാദ് ഫുഡ്സ്. അത്യാധുനിക സാങ്കേതികവിദ്യയിൽ പരിപൂർണമായ ശുചിത്വത്തിൽ അതീവ ഗുണമേന്മ ഉറപ്പാക്കിയ ഭക്ഷ്യോൽപാദനവും വിതരണവും. 5000-ലധികം ഭക്ഷ്യവിഭവങ്ങളുമായി ലോക ജനതയോടുള്ള ഭക്ഷണപരമായ ഉത്തരവാദിത്വം ദശാബ്ദങ്ങളായി തുടരുന്ന അബാദ് ഫുഡ്സ് സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും ദിനംതോറും
300 മെട്രിക് ടൺ സംസ്കരണ ശേഷിയുള്ള ഭക്ഷ്യോൽപ്പന്ന ഫാക്ടറികൾ. പതിനാറായിരം മെട്രിക് ടൺ ശേഷിയുള്ള കോൾഡ് സ്റ്റോറേജുകൾ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ തനത് ഗുണം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്നു. അബാദ് ഫുഡ്സ്, സെഞ്ച്വറീസ് ഓഫ് ട്രസ്റ്റ്. ഫിഷ് കാറ്റഗറിയിൽ മാത്രമായി 100-ലധികം പ്രോഡക്റ്റുകൾ. അതീവ സാങ്കേതിക തികവിൽ സൂക്ഷ്മതയോടെ ഫ്രീസ് ചെയ്യുന്ന മീനുകൾ മാത്രമേ ഫ്രഷായി സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മത്സ്യങ്ങളുടെ യഥാർത്ഥ ടേസ്റ്റ് ലഭിക്കുന്നതിനായി കട്ടിംഗ് വളരെ വിദഗ്ധമായി ചെയ്യണം. റെഡി ടു കുക്ക് മാരിനേറ്റഡ് പ്രോഡക്റ്റുകൾ, സ്നാക്സ് പ്രോഡക്ട്സ്, റാപ്സ്. അബാദ് ഫുഡ് വെജിറ്റബിൾ വിഭാഗത്തിൽ 50-ലധികം പ്രോഡക്റ്റുകൾ തയ്യാറാക്കപ്പെടുന്നു. മീറ്റ് വിഭാഗത്തിൽ ബഫലോയും മട്ടനിലുമായി അനവധി പ്രോഡക്റ്റുകൾ. പൗൾട്രി വിഭാഗത്തിൽ ഡക്കിലും ചിക്കനിലും ടർക്കിയിലും കാടയിലുമായി നിരവധി പ്രോഡക്റ്റുകൾ. സ്ഥിരമായ ഗുണമേന്മ, സ്ഥിരമായ ലഭ്യത, സ്ഥിരമായ വില. 5000-ലധികം ഭക്ഷ്യോൽപ്പന്നങ്ങൾ. സീറോ വേസ്റ്റേജ്. അബാദ് ഫുഡ്സ്, ദ ഹൗസ് ഓഫ് വേൾഡ് ക്ലാസ് ഫുഡ്സ്. കുറച്ചായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ SIR അല്ലേ നാട്ടിലെ വിശേഷം? എന്റെ മോന്റെ പേര് അവസാനം നട്ട SIR ലിസ്റ്റിലില്ല. ഹേയ്, പ്രോബ്ലം ഒന്നും ഇല്ലടോ. എന്റെ മോനും അതിലില്ല. കാരണം അവസാന SIR നടന്ന 2002 നമ്മുടെ കുട്ടികൾക്ക് 18 വയസ്സായിട്ടില്ലായിരുന്നല്ലോ. പക്ഷേ നമ്മുടെ പേര് അതിലുള്ളത് കൊണ്ട് BLO വീട്ടിൽ വരുമ്പോൾ ആ വിവരങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ അച്ഛനമ്മമാരുടെ പേര് പഴയ SIR ലിസ്റ്റിലുണ്ടായാൽ ഡോക്യുമെന്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ? ഒന്നുമില്ല. ബന്ധുക്കളുടെയോ വിവരങ്ങളായാലും മതി. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മാത്രം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും രേഖകൾ കൊടുക്കേണ്ടി വരും. അതും ഇപ്പോഴല്ല, വെരിഫിക്കേഷന്റെ സമയത്ത്. അപ്പൊ ഇത് സിമ്പിൾ ആണല്ലേ? ഞാൻ വിചാരിച്ച് പണിയായിരിക്കുമെന്ന്. ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. 2025 ഒക്ടോബർ 27 വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വോട്ടർമാർക്കും BLO വീട്ടിലെത്തി എന്യൂമറേഷൻ ഫോമുകൾ നൽകും. നന്നായി, ആ ടെൻഷൻ തീർന്നല്ലോ. മോനോട് പറയാം, അവനും സമാധാനമാവട്ടെ. അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാണ്. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈന്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈന്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.